അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പടിവാതിൽക്കലാണ് നാമൊക്കെ ഉള്ളത്. പരിശുദ്ധമായ സഫർ മാസം അതിൻ്റെ അന്ത്യത്തിലാണുള്ളത്. ഓരോ ദിവസവും ഹബീബിൻ്റെ ഓരോ തിരുവചനം പരിചയപ്പെടാം എന്നാണ് കരുതുന്നത്. ഹദീസിൻ്റെ ഒരു ഭാഗം, നാളെ മഹ്ശറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിനും സുഹബത്തിനും ഇതൊരു കാരണമായെങ്കിലോ എന്ന പ്രതീക്ഷയാണ് നാം ഓരോരുത്തർക്കും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ മഹബ്ബത്തിലായി ജീവിക്കുവാനും ആ സുംറത്തിലായി സുഹബത്തിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഏതായാലും നമുക്ക് തിരുനബിയുടെ ഹദീസിലേക്ക് കടക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീനിൻ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക അഅലമുഹ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക. ഒരു 4 രീതികളെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്ന 4 മാർഗങ്ങൾ. ഒന്നാമത്തേത് ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുന്നത്. പള്ളിക്ക് സഹായിക്കുക, മദ്രസക്ക് സഹായിക്കുക, അങ്ങനെയുള്ള സഹായം. അതേപോലെ ദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, അടിമമോചനം. ഇപ്പോൾ ആ സാഹചര്യമില്ലെങ്കിലും ഒരു സാമൂഹികമായിട്ടുള്ള പ്രവർത്തനം തന്നെ. ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നീ കൊടുക്കുന്ന ദീനാറ്, സമ്പത്ത്. മൂന്നാമത്തെ മാർഗം ഒരു മിസ്കീന്, പാവപ്പെട്ടവന് നീ കൊടുക്കുന്ന ദീനാർ, സമ്പത്ത്. അതേപോലെ 4ാമത്തെ വിഭാഗം നീ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്ന ദീനാറ്, സമ്പത്ത്. എന്നാൽ ഈ 4 വിഭാഗത്തിൽ, 4 മാർഗത്തിൽ, സമ്പത്ത് ചിലവഴിക്കുന്ന മാർഗത്തിൽ അഅലമുഹ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നീ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ കൊടുക്കുന്ന, നീ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന ദീനാറാണ്, സമ്പത്താണ്, ചിലവഴിക്കലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂലിയുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ചില ആളുകളുണ്ടാവും, അവരെല്ലാവരെയും സഹായിക്കും, പാവങ്ങളെ സഹായിക്കും, സാമൂഹികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മുൻപന്തിയിലുണ്ടാകും, ആളുകളെ സാമ്പത്തികമായി സഹായിക്കാനൊക്കെ. എന്നാൽ വീട്ടിലുള്ള ഭാര്യയെ ശ്രദ്ധിക്കില്ല, മക്കളെ ശ്രദ്ധിക്കില്ല. അതിനൊക്കെ കൂലി കിട്ടുമോ? ഭാര്യയ്ക്ക് കൊടുത്താൽ കൂലി കിട്ടുമോ? മക്കൾക്ക് മിഠായി വാങ്ങിക്കൊടുത്താൽ കൂലി കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അവർ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഹദീസാണ്. ഏറ്റവും കൂലിയുള്ളത് നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതാണ്, മക്കൾക്ക് കൊടുക്കുന്നതാണ് എന്ന് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇനിയും ഒരുപാട് ഇൽമിനെ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.